ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് ഇനി അധികം നൽകാതിരിക്കേണ്ടതില്ല. കേരളം അടിമുടി തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. രാഷ്ട്രീയ നേതാക്കന്മാരടക്കം കേരളത്തിൽ തമ്പടിക്കുമ്പോൾ ഇനി കേരളം കാണാൻ പോകുന്നത് വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. പ്രചരണത്തിന്റെ ചൂട് കടുപ്പിക്കാനും മുന്നണികൾക്ക് ആവേശം പകരാനും മുന്നണി നേതാക്കന്മാരടക്കം നേരിട്ട് രംഗത്തെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുമ്പോൾ കേരളം ഇനി ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ 2.25 കോടി വരുന്ന വോട്ടർമാരാണ്. SIR നടപ്പാക്കിയ ശേഷം നടത്തുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. SIRലൂടെ നിരവധി പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുകയും നിരവധി പേരെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും കേരളത്തിലെത്തുകയാണ്. തിരുവനന്തപുരത്തും തിരുവല്ലയിലുമായാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രചാരണ പരിപാടികൾ. ഉച്ചയ്ക്ക് 2:30 പ്രധാനമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം തിരുവല്ലയിലെ പൊതുപരിപാടിയിലേക്ക് പോകും. തിരുവല്ലയിലെ പരിപാടികൾക്ക് ശേഷം തിരുവനന്തപുരത്ത് തിരിച്ചെത്തും. തിരുവനന്തപുരത്ത് കിള്ളിപ്പാലം ജംഗ്ഷൻ മുതൽ കരമന വരെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടത്തും. BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളായ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളും മറ്റ് BJP നേതാക്കളും റോഡ് ഷോയിൽ അദ്ദേഹത്തെ അനുഗമിക്കും. ശക്തമായ സുരക്ഷാ വലയത്തിലാണ് തിരുവനന്തപുരം നഗരം. പോലീസിന് പുറമെ അർദ്ധ സൈനിക വിഭാഗങ്ങളെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കിയതായാണ് സൂചന. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് വീണ്ടും കേരളത്തിലെത്തുന്നുണ്ട്. ആലപ്പുഴ മണ്ഡലത്തിലാണ് ആദ്യ പരിപാടി നടക്കുന്നത്. അതിനുശേഷം കട്ടപ്പനയിലും പിന്നീട് കൊച്ചിയിലുമാണ് പ്രചാരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തന്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്താണ് പ്രചാരണം നടത്തുക. എല്ലാ ലോക്കൽ കമ്മിറ്റി പരിധികളിലും മുഖ്യമന്ത്രി പര്യടനം നടത്തും. നാളെയും പര്യടനം തുടരും. രാവിലെ 10 മണിക്ക് ആരംഭിച്ച് രാത്രി അവസാനിക്കുന്ന രീതിയിൽ മുഴുവൻ സമയ പ്രചാരണമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഭരണ തുടർച്ചയുടെ 2ാം ഊഴം കഴിഞ്ഞ് ജനവിധി തേടുമ്പോൾ പിണറായി സർക്കാർ വലിയ വെല്ലുവിളികളും ഒപ്പം ചില പ്രതീക്ഷകളും നേരിടുന്നുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് പുറത്തുവരുന്ന സർവേ റിപ്പോർട്ടുകൾ. തെക്കൻ കേരളത്തിലെ ഇടതു കോട്ടകൾ ഇത്തവണയും തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. ഭരണവിരുദ്ധ വികാരത്തിലാണ് UDF പ്രതീക്ഷ. ഒപ്പം BJP പ്രതീക്ഷ വയ്ക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങളും തെക്കൻ കേരളത്തിലാണ്. കേരളത്തിലാകെ പ്രധാന തിരഞ്ഞെടുപ്പ് ചർച്ചയാകുന്നത് SDPI വോട്ടുകളാണ്. SDPI LDF അന്തർധാര പ്രചാരണ ആയുധമാക്കുകയാണ് UDF. അതേസമയം ഭരണം തിരിച്ചു പിടിക്കാൻ ലക്ഷ്യമിടുന്ന UDFന് നിർണായകമാണ് മധ്യ കേരളത്തിലെ മുന്നേറ്റം. സംസ്ഥാനത്തെ 12 മണ്ഡലങ്ങളിൽ ഫലം പ്രവചനാതീതമായ രീതിയിൽ അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. ഈ 12 മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ അന്തിമ തീരുമാനമായിരിക്കും കേരളത്തിൽ അടുത്ത സർക്കാർ ആരുണ്ടാക്കണമെന്ന് നിശ്ചയിക്കുക. ഈ മണ്ഡലങ്ങളിൽ 10 LDFും UDFും തമ്മിലും 2 മണ്ഡലങ്ങളിൽ BJPയുമായാണ് മത്സരം നടക്കുന്നത്. സർവേ പ്രകാരം LDFന് ഏകദേശം 32 മുതൽ 36 വരെ സീറ്റുകളിൽ ഇത്തവണ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് കേൾക്കുന്നത്. അതേസമയം UDF തങ്ങളുടെ സീറ്റ് നില മെച്ചപ്പെടുത്തുകയും 20 സീറ്റുകളിൽ വരെ അധികം നേടുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഇത് UDFന് അനുകൂലമായ ഒരു ട്രെൻഡ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിന് 4 ദിവസം മാത്രം ശേഷിക്കെ സംസ്ഥാനം ഹൈ വോൾട്ടേജ് പ്രചരണത്തിലേക്കാണ് കടന്നിരിക്കുന്നത്.